ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കാണുന്ന, സബ്സ്ക്രൈബ് ചെയ്ത, കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് കുക്കിംഗ് ഒന്നുമല്ല, ഇന്നൊരു ചെറിയ വ്ളോഗാണ്. കാണാലോ നോക്കത്. നമ്മളിപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ടു കേരള, on to Kerala, Bangalore. We going. Show the beautiful views. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായാലും. അമ്പാടിക്കുട്ടൻ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാടിലോട്ട് വെക്കേഷൻ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ അപ്പോൾ അതിൽ പോകുമ്പോൾ കാണുന്ന കുറച്ച് ബ്യൂട്ടിഫുൾ വ്യൂസ് ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വന്നത് കാറിലാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതേ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നിട്ടുള്ള വ്യൂ ആണ്. ഫസ്റ്റ് അത്ര ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ സണ്ണൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകണം. റോഡൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആയി കിട്ടി. അധികം ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്ര ട്രാഫിക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ വലിയ കുഴപ്പമില്ലാതെ വന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് നൈസ് റോഡ് വഴിയാണ് വന്നത്. സേലം, അങ്ങനെ കോയമ്പത്തൂർ, വാളയാർ വഴിയാണ് പാലക്കാട്ടിലോട്ട് വരുന്നത്. രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ജ്യൂസും വെള്ളവും അങ്ങനെ ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് ഇടയ്ക്ക് വെച്ച് കഴിച്ചത്. പിന്നെ വലിയ കാര്യമായിട്ട് എവിടെ നിർത്തിയൊന്നുമില്ല ഫുഡ് കഴിക്കാൻ. അങ്ങനെയൊന്നും നമ്മൾ ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കും പാലക്കാട് വീട്ടിലെത്തും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളധികം ഭക്ഷണത്തിനായിട്ടൊന്നും അങ്ങനെ ടൈം കളഞ്ഞില്ല. കുട്ടികൾക്ക് പിന്നെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവർ കുടിച്ചത്. ഞങ്ങളും അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇടയ്ക്കൊക്കെ കുറേ കഥ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ കയറി. രണ്ടാളും ഭയങ്കര ഉറക്കമൊക്കെ ആയിരുന്നു. പിന്നെ ദേവ് ഇപ്രാവശ്യം അത്രയ്ക്ക് അങ്ങ് ഛർദ്ദിച്ചൊന്നുമില്ല. ഇടയ്ക്ക് മാത്രമൊക്കെ ഒന്ന് ജസ്റ്റ് ഛർദ്ദിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ രാവിലെ നേരത്തെ നമ്മൾ വന്നുകൊണ്ട് ഉറക്കവും കുറേ പെൻഡിങ് ആയിരുന്നു പിള്ളേർ. അപ്പോൾ അവരങ്ങനെ സുഖമായി കിടന്നുറങ്ങി. ഫസ്റ്റ് ടൈമാണ് കാറിൽ പിന്നെ ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ്. കുട്ടികൾക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ട് അവരും ഇരുന്നു. ഇടയ്ക്കൊക്കെ എവിടെയൊക്കെ റോഡ് പണിയും എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ടോള് കൊടുക്കൽ, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ കഥകളൊക്കെ പറഞ്ഞ് എത്താറായോ എന്നുള്ള ചോദ്യമൊക്കെ കഴിഞ്ഞ് രണ്ടാളും കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. വെയിലൊക്കെ നന്നായി അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കർട്ടൻ പോലെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അവർ അങ്ങനെ സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചോദ്യമാണ് എത്താറായോ, സേലം എത്തിയോ, കോയമ്പത്തൂർ എത്തിയോ. അങ്ങനെ അവർക്കറിയില്ലല്ലോ ഇത്രയും സമയം ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാ ഇടയ്ക്ക് എവിടെയൊക്കെ മലയും കുന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തു. അപ്പോൾ അതാ ഈ മലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ നമ്മുടെ വീരപ്പൻ്റെ കാടൊക്കെ എത്തി തോന്നുന്നുണ്ട്. സത്യമംഗലം കാട്, ധർമ്മപുരിയാണെന്ന് തോന്നുന്നു എനിക്ക് ഈ സ്ഥലം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോയപ്പോഴേക്കും പിന്നെയും നല്ല വലിയൊരു മലയൊക്കെ കണ്ടു. നമ്മൾ നല്ല ഹൈറ്റിൽ കൂടെയൊക്കെ പോകണം, നന്നായി ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പോകൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ അധികം ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് വന്നു. അധികം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരിങ്ങനെ എണീറ്റൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് തന്നെ ചോദ്യം, പാലക്കാട് എത്തിയോ, കോയമ്പത്തൂർ എത്തിയോ, അറിയുന്ന സ്ഥലങ്ങളൊക്കെ എത്തിയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിപ്പാണ്. അമ്പാടിയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വഴി പറഞ്ഞു കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കോയമ്പത്തൂരും വാളയാറൊക്കെ കഴിഞ്ഞ് പാലക്കാട് എത്താറായി. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലെത്തി. അപ്പോൾ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് പാലക്കാട് അങ്ങനെ എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വരും ദിവസങ്ങളിൽ കാണാമല്ലോ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ ബൈ, താങ്ക് യു.